ഫ്രണ്ട്സ്, വിങ്ഡ് വണ്ടേഴ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കൂടുതലായും ഈ ചാനലിലൂടെ ചെയ്യാറുള്ളത് പല ബേർഡ്സിനെ കുറിച്ചും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പക്ഷികളുടെ ഇടയിൽ തന്നെ നടക്കുന്ന അവരുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. എന്താണ് ആ ഇൻട്രസ്റ്റിംഗ് ബിഹേവിയർ എന്നല്ലേ നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നത്? എന്നാൽ ആ ബിഹേവിയറിന് പറയുന്നത് മിക്സഡ് ഹണ്ടിങ് പാർട്ടി എന്നാണ്. പാർട്ടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനുഷ്യർക്കിടയിലുള്ള പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട കേട്ടോ, അതൊന്നുമല്ല. എന്നാൽ ഈ പക്ഷികൾക്കിടയിൽ തന്നെ അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷികൾ പരസ്പരം സഹകരിച്ച് അവർക്കുള്ള ഫുഡ് അല്ലെങ്കിൽ അവർക്കുള്ള തീറ്റ ശേഖരിക്കുന്നതിനെയാണ് ഈ മിക്സഡ് ഹണ്ടിങ് പാർട്ടി എന്ന് പറയുന്നത്. മിക്സഡ് ഹണ്ടിങ് പാർട്ടിയിൽ പങ്കെടുക്കുന്ന മെജോറിറ്റി ഓഫ് ദി ബേർഡ്സും ഇൻസെക്ട്സിനെ ആഹാരമാക്കുന്നവരാണ്. ഇതിൽ ചിലതരം പക്ഷികളാകട്ടെ തറയിൽ നിന്നും പ്രാണികളെ കണ്ടെത്തുന്നു. ചിലതരം പക്ഷികൾ മരത്തടികളിൽ നിന്നും പ്രാണികളെ കണ്ടെത്തുന്നു. മറ്റു ചിലരാകട്ടെ അന്തരീക്ഷത്തിൽ നിന്നും പ്രാണികളെ കണ്ടെത്തുന്നു. ഇനി ചിലരുണ്ട്, അവർ വൃക്ഷങ്ങളുടെ ഇലകളിൽ നിന്നും പ്രാണികളെ കണ്ടെത്തുന്നു. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു കോർഡിനേറ്റഡ് വർക്കാണ് മിക്സഡ് ഹണ്ടിങ് പാർട്ടിയിൽ നടക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സഡ് ഹണ്ടിങ് പാർട്ടിയുടെ പ്രോസസ്സിലേക്ക് കടക്കാം. ഈ പ്രോസസ്സിന് തുടക്കം കുറിക്കുന്നവർ ബാബ്ലേഴ്സ് അല്ലെങ്കിൽ ചിലപ്പൻ കിളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാകട്ടെ തുടക്കം കുറിക്കുന്നത് തറയിൽ നിന്നാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിശദമാക്കി തരാം. നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നതും നമുക്കെല്ലാവർക്കും ഒരുപോലെ ഫെമിലിയർ ആയിട്ടുമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട കിളികളാണ് കരിയില കിളികൾ. എന്നാൽ ഈ കരിയില കിളികൾ ഇവരെങ്ങനെയാണ് ഭക്ഷണം തേടുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ കൂട്ടം കൂട്ടമായി തറയിലൂടെ നടന്ന് തറയിൽ കാണുന്ന ചെറിയ ചെറിയ ഇലകളും അതുപോലെ തന്നെ മരത്തടിയുടെ കഷ്ണങ്ങളും തിരിച്ചും മറിച്ചുമിട്ട് അതിനിടയിൽ കാണുന്ന ചെറിയ ചെറിയ പുഴുക്കളെയും പ്രാണികളെയുമാണ് ഈ കരിയില കിളികൾ ഭക്ഷണമാക്കുന്നത്. 7 പേരടങ്ങുന്ന ഒരു ചെറിയ കൂട്ടമായിട്ടാണ് കരിയില കിളികളെ എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ജംഗിൾ ബാബ്ലേഴ്സ് എന്നാണ് അവരെ ഇംഗ്ലീഷിൽ പറയുന്നത്. കരിയില കിളികളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് പൂത്താങ്കീരി കിളികൾ. അവരെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് യെല്ലോ ബിൽഡ് ബാബ്ലേഴ്സ് എന്നാണ്. 2 വിഭാഗത്തിൽപ്പെട്ട കിളികളും ആഹാരം ശേഖരിക്കുന്നതും കണ്ടെത്തുന്നതും ഒരുപോലെയാണ്. 7 പേർ അടങ്ങുന്ന ഒരു കൂട്ടമായതുകൊണ്ട് തന്നെ കരിയില കിളികളെ അറിയപ്പെടുന്നത് 7 സിസ്റ്റേഴ്സ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 സിസ്റ്റേഴ്സ് തറയിൽ നിന്നാണല്ലോ പ്രാണികളെ കണ്ടെത്തുന്നത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. എന്നാൽ തറയിൽ കാണുന്ന എല്ലാ പ്രാണികളെയും ഈ 7 സിസ്റ്റേഴ്സിന് ഭക്ഷണമാക്കാൻ കഴിയാറില്ല. കാരണം ഇവരെക്കാട്ടിലും ബുദ്ധിശാലികളായ പ്രാണികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ ഈ 7 സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എസ്കേപ്പായി ഇവരിൽ ചിലർ ചെന്നുപെടുന്നത് മരത്തടികളുടെ ഇടയിലാണ്. മറ്റു ചിലരാകട്ടെ ഇലകൾക്കടിയിലും ചെന്നുപെടാറുണ്ട്. ഇനി ഒരു കൂട്ടത്തിൽപ്പെട്ടവർ അന്തരീക്ഷത്തിലൂടെയാണേലും രക്ഷപ്പെടാറുണ്ട്. ഇത് മനസ്സിലാക്കുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ട ബുദ്ധിശാലികളായ പക്ഷികളാകട്ടെ ജംഗിൾ ബാബ്ലേഴ്സും യെല്ലോ ബിൽഡ് ബാബ്ലേഴ്സും ഭക്ഷണം ശേഖരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ തമ്പടിക്കുന്നു. ഇങ്ങനെ എസ്കേപ്പ് ആവുന്ന പ്രാണികൾ മരത്തടികൾക്കിടയിൽ ചെന്നുപെട്ടാൽ അവരെയും കാത്ത് വുഡ് പെക്കേഴ്സ് അല്ലെങ്കിൽ മരം കൊത്തികൾ എന്ന പക്ഷികൾ കാത്തിരിപ്പുണ്ട്. ഇനി മറ്റു ചിലർ ഇലകൾക്കിടയിൽ ഒളിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരവിടെ ചെന്നുപെട്ടാലോ അവരെ കാത്ത് ഓലഞ്ഞാലികളും ഇരിപ്പുണ്ട്. ഇനി ചില വിരതന്മാരുണ്ട്, അന്തരീക്ഷത്തിലൂടെ പറന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കും, അപ്പോഴും വിടില്ല. അവരെ കാത്ത് അവിടെ ഫ്ലൈ ക്യാച്ചേഴ്സ് അല്ലെങ്കിൽ ഡ്രോങ്കേഴ്സ് കണ്ണും നട്ട് കാത്തിരിപ്പുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മിക്സഡ് ഹണ്ടിങ് പാർട്ടി നടക്കുന്ന ആ ഒരു സറൗണ്ടിങ്ങിലുള്ള ഒരൊറ്റ പ്രാണിക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം.
ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ കരിയില കിളികൾക്കും അതുപോലെ തന്നെ പൂത്താൻകീരി കിളികൾക്കും ഈ മെറ്റ് പക്ഷികളെ ഇര തേടാൻ സഹായിക്കുന്നതിലൂടെ എന്ത് ബെനിഫിറ്റാണ് ലഭിക്കുന്നത് എന്ന് അല്ലേ? എന്നാൽ അവർക്കും വളരെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നതാണ് സത്യം. നമ്മൾ മനുഷ്യർക്കിടയിൽ പറയാറില്ലേ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണമെന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ പക്ഷികൾക്കിടയിലും ഇത് ഒരു സത്യമാണ്. കരിയില കിളികളും പൂത്താൻകീരി കിളികളും തറയിലൂടെ അവർക്ക് വേണ്ടിയുള്ള ഇരകളെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരിക്കലും അവർക്കെതിരെ വരുന്ന ശത്രുക്കളെ ശ്രദ്ധിക്കാൻ കഴിയണം എന്നില്ല. ഈ ഒരു ദൗത്യം അവർക്ക് വേണ്ടി നിറവേറ്റുന്നത് മറ്റു പക്ഷികളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കരിയില കിളികളുടെയും പൂത്താൻകീരി കിളികളുടെയും ഏറ്റവും വലിയ ശത്രുവാണ് പ്രാപ്പിടിയൻ. തറയിലൂടെ ഇരകളെ തേടുന്ന സമയത്ത് ഒരു പ്രാപ്പിടിയൻ അതുവഴി വന്നാൽ ഏതെങ്കിലും ഒരു പക്ഷിയുടെ കണ്ണിലെങ്കിലും ഈ പ്രാപ്പിടിയൻ പെടാതെ ഇരിക്കുകയില്ല. ഉടൻ തന്നെ ഒരു അലാം കോൾ പുറപ്പെടുവിപ്പിക്കുകയും അതിലൂടെ ഈ കരിയില കിളികളെയും പൂത്താൻകീരി കിളികളെയും അവർക്ക് മുന്നിൽ ഉണ്ടാകുന്ന അപകട സൂചനയെക്കുറിച്ച് അറിയിക്കുകയും അതിലൂടെ ഈ കിളികൾ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുകയും ചെയ്യുന്നു. അവരുടെ ശത്രു അവിടെ നിന്നും പോയ ശേഷം പിന്നീട് ഈ കിളികൾ വീണ്ടും തറയിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ടിയുള്ള ഇര തേടിക്കൊണ്ടേയിരിക്കുന്നു. പലർക്കും ഈ പക്ഷികളെയും അവരുടെ ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും അവരെ നിരീക്ഷിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഇതിനു വേണ്ടി നിങ്ങളാരും മെനക്കെട്ട് കാട് കയറാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സറൗണ്ടിങ്ങിൽ തന്നെ നിങ്ങൾ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വ്യത്യസ്തരായ പക്ഷികളെ കാണാനും അവരുടെ ഇൻട്രസ്റ്റിംഗ് ബിഹേവിയേഴ്സിനെ കുറിച്ച് അറിയാനും പഠിക്കാനും നിരീക്ഷിക്കാനും എല്ലാം തന്നെ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.